തൃശൂർ അതിരപ്പള്ളിയിൽ ആളുകൾക്ക് നേരെ പാഞ്ഞെടുത്ത് കാട്ടാന. പള്ളിയിൽ ഊട്ടുതിരുനാൾ കഴിഞ്ഞ് മടങ്ങി വരുന്നവർക്ക് നേരെയാണ് കാട്ടാന പാഞ്ഞെടുത്തത്. നാട്ടുകാർ ബഹളം വച്ചതോടെ കാട്ടാന ഉൾക്കാട്ടിലേക്ക് കയറിപ്പോയി. ദൃശ്യങ്ങളിലേക്കാണ്. ഇങ്ങോട്ട് വരുമെന്നറിയില്ല. ഓടിക്കോ ഇങ്ങോട്ട് വരുമെന്നറിയില്ല. ഓടിക്കോ ലെവിൻ കെ വിജയൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലെവിൻ, ഇത് തലനാരിഴക്കാണ് ഈ ആളുകൾ രക്ഷപ്പെട്ടത് എന്ന് മനസ്സിലാക്കുന്നത്. കാരണം തൊട്ടടുത്ത് കാട്ടാന ഉണ്ടായിരുന്നു. ഇത് ജനവാസ മേഖലയിലേക്ക് ഇങ്ങനെ സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന സ്ഥലം തന്നെയാണോ? എന്താണ് മറ്റു വിശദാംശങ്ങൾ? മേഖലയിൽ സ്ഥിരമായി കാട്ടാന എത്തുന്ന തന്നെയാണ്. തന്നെ പല ഘട്ടങ്ങളിലായി ആന വലിയ തോതിൽ ആളുകൾക്ക് ജീവനും വസ്തുവകകൾക്കും ഒക്കെ നാശനഷ്ടം സൃഷ്ടിച്ച മേഖലയാണ്. അവിടെയാണ് വീണ്ടും പതിവ് പോലെ തന്നെ കാട്ടാന എത്തിയിരിക്കുന്നത്. ഇന്നലെ വെറ്റിലപ്പാറ പള്ളിയിലെ അവിടുത്തെ ഊട്ടുതിരുനാളായിരുന്നു. ഈ സമയത്ത് ഈ തിരുനാളിൽ പങ്കെടുത്ത് മടങ്ങി വന്ന ആളുകൾക്ക് നേരെയാണ് ആന പാഞ്ഞെടുത്തത്. ആന റോഡരികിൽ നിൽക്കുന്നത് ഇവരിലേറെ പേരും കണ്ടിരുന്നില്ല. ഇതേ തുടർന്നാണ് ഇത്തരത്തിൽ ഈ സംഭവം നടക്കുന്നത്. ആനയ്ക്ക് തൊട്ടരികിലെത്തിയ ആളുകൾക്ക് നേരെ പാഞ്ഞെടുക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന ഈ ആളുകൾക്കൊപ്പം ഉണ്ടായിരുന്ന നായ കുരയ്ക്കുകയും ആളുകൾ ബഹളം വയ്ക്കുകയും ചെയ്തതോടുകൂടിയാണ് ആന പിൻവാങ്ങിയത്. നേരത്തെ തന്നെ പലതരത്തിലുള്ള പല പേരുകളിൽ അറിയപ്പെടുന്ന കൊമ്പന്മാർ ഉള്ള ഒരു മേഖലയാണ് വെറ്റിലപ്പാറ എന്നുള്ളത് നമുക്കറിയാം. ഏഴാറ്റുമുഖം ഗണപതിയും ഒറ്റക്കൊമ്പനും മഞ്ഞക്കൊമ്പനും ഒക്കെ സ്ഥിരമായി വിഹരിക്കുന്ന ഒരു മേഖല തന്നെയാണ് വെറ്റിലപ്പാറ. അതുകൊണ്ട് തന്നെ ഇവിടെ കാട്ടാനശല്യം പതിവാണ്. അത് ആളുകൾക്ക് അറിയാമായിരുന്നെങ്കിലും പക്ഷേ വീണ്ടും അത് ആളുകൾക്ക് കൂടുതൽ ഉപദ്രവം ഉണ്ടാക്കുന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇവിടെയാണ് മുറിവേറ്റ കൊമ്പൻ മറ്റും സ്വൈര്യമായി വിഹരിച്ചിരുന്നത്. അങ്ങനെ ഒട്ടേറെ ആനകൾ ഉള്ള സ്ഥിരമായി എറണാകുളം തൃശൂർ ജില്ലകളുടെ അതിർത്തി പ്രദേശം കൂടിയാണ് ഈ വെറ്റിലപ്പാറ എന്ന് പറയുന്നത്. ഏതായാലും ഇതുവഴി അന്തർജില്ലാ പാത കൂടിയുണ്ട്. ഇരുവശങ്ങളിലേക്കും ആളുകൾ രണ്ട് ജില്ല വഴി തിരക്കൊഴിവാക്കി പോകാറുമുണ്ട്. അവിടങ്ങളിലൊക്കെ കടന്നു പോകുന്ന ആളുകൾ വളരെ ജാഗ്രത പാലിച്ച് മുന്നോട്ട് പോകേണ്ട ഒരു മേഖല കൂടിയാണ് എന്നുള്ളതാണ് ഈ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. രുചീഷ്. ശരി ലെവിൻ, എന്തായാലും സ്ഥിരമായി കാട്ടാന ഇറങ്ങുന്ന സ്ഥലമാണ്. പക്ഷേ ഇത്തരത്തിൽ ആളുകൾക്ക് തൊട്ടടുത്ത് തലനാരിഴക്കാണ് ഈ ആളുകൾ രക്ഷപ്പെടുകയും ചെയ്തത്.